റഷ്യ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നതാണ് റഷ്യൻ വോർ എന്നൊക്കെ. അപ്പോൾ അത് എത്രത്തോളം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എത്രത്തോളം അത് ബാധിച്ചിട്ടുണ്ട്? വാർ എന്ന് പറയുന്നത് ഞങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ മോസ്കോയും ഞാൻ നിൽക്കുന്ന സിറ്റിയുടെ പേര് വ്ളാഡിവോസ്റ്റോക്ക് എന്നാണ്. അപ്പോൾ ഈ മോസ്കോ ടു വ്ളാഡിവോസ്റ്റോക്ക് ഫ്ലൈറ്റ് തന്നെ 9.30 ട്രാവലിംഗ് ഉണ്ട്. അതായത് 9 മണിക്കൂറോളം, ഓൾമോസ്റ്റ് 10 അവർ ലാൻഡിങ്ങിന് വരും. 10 മണിക്കൂറോളം ഫ്ലൈറ്റ് ട്രാവലിംഗ് ഉള്ള ഒരു സിറ്റിയാണ് വ്ളാഡിവോസ്റ്റോക്ക്. അതായത് ഈ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗം ഒട്ടും ഹിറ്റ് ചെയ്യുന്ന സ്ഥലമല്ല. വാർ ഹിറ്റ് അങ്ങനെ സംഭവമേ അവിടെ ഇല്ല. പിന്നെ നമ്മൾ ബാധിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സാങ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡിനൊക്കെ കുറച്ച് വില കൂടി. ഇപ്പോൾ അത് അതേപോലെ തന്നെ ഡ്രോപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സിറ്റിയിൽ. പിന്നെ പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം നമ്മൾ സേഫായിട്ട് വെക്കും. എന്ത് തന്നെ പ്രശ്നം വന്നാലും നമുക്ക് തരുന്ന ഒരു സേഫ്റ്റി, അത് അവർ എപ്പോഴും കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വ്ളാഡിവോസ്റ്റോക്കിൽ. പിന്നെ നമ്മൾ ഐലൻഡിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഐലൻഡ് അല്ല. നമ്മളൊരു ഐലൻഡാണ്, പക്ഷെ അതിനകത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടെ അവരായിട്ടുള്ള ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ മിലിറ്ററി ഉണ്ട്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ ഫയർഫോഴ്സിൻ്റെ എല്ലാ ഇതുണ്ട്, സ്പോർട്ട് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്.